ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോമോ പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. സോ ആ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ലൈറ്റ് മോഷൻ XML ഫയലിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്കെങ്ങനെയാണ് ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ എന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4:5 ഒരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കൊരു മീഡിയ ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇത് ഈ ഒരു ഇമേജ് ആഡ് ആക്കി കഴിഞ്ഞിട്ട് സെക്കൻഡായിട്ട് വീണ്ടും ഒരു ഇമേജ് ആഡ് ആക്കി കൊടുക്കാം നമുക്ക്. സോ ഒരു ലൈറ്റിംഗ് ഉള്ള ഈ ഒരു ഇമേജ് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തിട്ട് നേരെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ ചെന്നിട്ട് വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ എഫക്റ്റ് ആഡ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ആംഗിളിൽ ചെന്നിട്ട് 19 ആക്കി കൊടുക്കാം. സോ എന്നിട്ട് നമുക്ക് ആ ഒരു എൻഡ് ജസ്റ്റ് ഒന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ മേലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഫെദർ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫെയ്ഡായിട്ട് തന്നെ കാണാം. സോ എന്നിട്ട് വീണ്ടും ഇതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ട് നമുക്ക് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. സോ എന്നിട്ട് സാറ്റുറേഷൻ ഫുള്ളായിട്ട് മൈനസ് ആക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ ഒരു ലെവലിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് മാവേലിയുടെ ഒരു PNG ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ എന്നിട്ട് അത് ഫുള്ളായിട്ടല്ല ഒരു ഹാഫ് വരെ താഴ്ത്തി കൊടുക്കാം. ശേഷം നമുക്ക് വീണ്ടും ഒരു മീഡിയ ഇതിലേക്ക് ആഡ് ആക്കണം. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുണ്ട്. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്ത് ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരാൾ നിൽക്കണേ ആ ഒരു ആളെ കാണുന്ന രീതിയിൽ സെറ്റാക്കി വയ്ക്കാം. ശേഷം നമുക്ക് ആ ഒരു മാവേലിയുടെ PNG ക്ലിക്ക് ചെയ്ത് ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയിട്ട് ഷാഡോ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. സോ കൂട്ടി ഒന്ന് കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം മീഡിയയിൽ പോയിട്ട് ഈ ഒരു കാറിൻ്റെ PNG ഇടയ്ക്ക് കൊടുക്കുക. സോ എന്നിട്ട് മാവേലിയുടെ ബാക്കിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ് രീതിയിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. സോ വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ എൻഡ് ഒന്ന് കൂട്ടി കൊടുക്കുക. സോ ഈ കാറ് മാവേലിയുടെ അവിടെ വെച്ച് കാണാത്ത രീതിയിൽ ഇതേപോലെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിലേക്കൊരു ഷെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ ബ്ലാക്ക് ഷെയ്ഡ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മാവേലിയുടെ കയ്യിലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ചെയ്യാം. സോ അതിനായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്പീക്കറിൻ്റെ PNG ആഡ് ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് അതിൻ്റെ സൂമിങ് ജസ്റ്റ് ഒന്ന് കുറച്ച് മാവേലിയുടെ കയ്യിലിരിക്കുന്ന രീതിയിൽ സെറ്റാക്കി കൊടുക്കുക. സോ എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ പോയിട്ട് ഷാഡോ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. എന്നിട്ട് ക്രോമിൽ പോയിട്ട് കോഡ് FML മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. കോഡ് FML മലയാളം ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നമുക്കിവിടെ മാവേലിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം അടിയിൽ വരുന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ ആ ലൈറ്റ് മോഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു ഇംഗ്ലീഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഈ ഒരു മലയാളം ഫോണ്ട് ആക്കി വയ്ക്കാം. ശേഷം ജസ്റ്റ് അത് നമുക്കൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. സോ അത്യാവശ്യം കാണുന്ന രീതിയിൽ സൂം ചെയ്തിട്ട് കളർ ഇൻഗ്രീഡിയൻറ്റിൽ പോയിട്ട് ആ ഒരു രണ്ടാമത്തെ സെൻറ്ററിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ആ ഒരു സെൻറ്ററിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്ററിലായിട്ടൊരു ഡാർക്ക് യെല്ലോ കൊടുക്കാം. സോ അപ്പുറത്തെ പോർഷനിൽ നമുക്ക് ഒരു സാധാ യെല്ലോയും കൂടി കൊടുക്കാം. സോ അപ്പോൾ നമുക്കൊരു ഗോൾഡൻ എഫക്റ്റ് ഇവിടെ കിട്ടും. സോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാവേലിയുടെ ഈ ഒരു മേലയിലായിട്ട് സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് ബോർഡർ ആൻഡ് ഷാഡോയിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു PNG നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് സൂം ചെയ്ത് മാവേലിയുടെ ഈ ഒരു സൈഡിലാവണ രീതിയിൽ വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. സോ ഈ ഒരു ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെച്ച് ഇവിടെ നമുക്ക് ആ ഒരു പോസ്റ്ററിൽ കണ്ട രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് അത്.
സോ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അത്യാവശ്യം എടുത്ത് കാണിക്കുന്ന ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ എന്നിട്ട് മാവേലിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. സോ എന്നിട്ട് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഒരു വൈറ്റ് ബ്ലാക്ക് ഗ്രേഡിയൻ്റ് ആക്കി കൊടുക്കുക. സോ അതിനെ കളർ ഇൻഗ്രീഡിയൻറ്റിൽ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് മാറ്റി ഈ ഒരു യെല്ലോ മാറ്റിയിട്ട് അവിടെ വൈറ്റ് ആക്കി കൊടുക്കാം. സോ അപ്പുറത്തെ സൈഡിലും ബ്ലാക്കും. ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഷേപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് അത് ഡ്രാഗ് ചെയ്തൊന്ന് വലിച്ച് നീട്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് സൈസൊക്കെ കുറച്ച് ഒരു ലൈൻ പോലെ ആക്കാം. എന്നിട്ട് അതിൻ്റെ കളർ വൈറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ടെക്സ്റ്റിൻ്റെ ആ രണ്ട് ടെക്സ്റ്റിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ട് ആ ഒരു മാവേലിയുടെ അടിയിലേക്കാക്കി ഈ ഒരു ലൈൻ വെക്കാം. സോ ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു ഓവറിൽ കൂടെ ആഡാക്കാം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വൈറ്റ് ഡോട്ടുള്ള ഈ ഒരു ഓവറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വൈറ്റ് ഡോട്ടുള്ള ഓവറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു വൈറ്റ് ഡോട്ടാണ് ആഡ് ചെയ്യണേ. സോ എന്നിട്ട് ബ്ലെൻഡിങ്ങിൽ സ്ക്രീൻ കൊടുക്കാം. സോ ലൈറ്റിൽ സ്ക്രീൻ കൊടുക്കാം. സോ എന്നിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇടയിലായിട്ട് കൊണ്ടുപോയി വയ്ക്കാം മാവേലിയുടെ ബാക്കിൽ. സോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒപ്പോസിറ്റ് ഒക്കെ ജസ്റ്റ് കുറച്ച് സെറ്റാക്കി വയ്ക്കാം. സോ ഇനിയാണ് നമ്മൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ നെയിം ആഡ് ചെയ്യേണ്ടത്. സോ അതിനെ ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമ്മുടെ സ്കൂളിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാം. സോ ഞാൻ ഇവിടെ RMVHS ടൈപ്പ് ചെയ്യുന്നുണ്ട്. RMVHS ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് കളർ നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ഗ്രേഡിയൻ്റ് അതിൻ്റെ കളറിൽ പോയിട്ട് സോ ഒരു ബ്ലാക്ക് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡാക്കി കൊടുക്കാം. സോ ഒരു വൈറ്റും ബ്ലാക്കും ഷെയ്ഡാക്കി കൊടുക്കാം. സോ എന്നിട്ട് അത് ജസ്റ്റ് നമുക്ക് അടിയിലേക്ക് കൊണ്ടുവരാം. അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് അടിയിലായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാം. സോ ഞാൻ അവിടെ +2 കൊമേഴ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം അതും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അടിയിലായിട്ട് പ്രസൻസ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കാം. സോ ഞാനിവിടെ പ്രസൻസ് എന്നാണ് ടൈപ്പ് ചെയ്യണേ. സോ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്കൊരു സ്മോക്കിൻ്റെ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ട് ഈ ഒരു സ്മോക്കിൻ്റെ എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കൊണ്ടുവരാം. സോ ഒരു സ്മോക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡ് കോർണർ അടിയിലെ കോർണറിലാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് നമ്മുടെ ഈ ഒരു മാവേലിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കാം. സോ നമ്മുടെ മാവേലിയുടെ മേലെല്ലായിട്ട് കൊണ്ടുപോയി വെക്കാം. സോ എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. സോ ഒരു സ്മോക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഓവറിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു ഓവറിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയി ലൈറ്റിൽ സ്ക്രീൻ കൊടുക്കാം. സോ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ നെയിമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൊണ്ടുവന്ന് വെക്കാം. സോ അതിൻ്റെ ഒരു ലെങ്ത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആ ഒരു സ്കൂളിലെയും കോളേജിൻ്റെ ഒക്കെ ടെക്സ്റ്റിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവയ്ക്കാം. സോ നെക്സ്റ്റ് എന്നിട്ട് ഇതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഈ ഒരു വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് ആംഗിൾ 19 ആക്കി ഈ ഒരു എൻഡും സ്റ്റാർട്ടും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു ടൈപ്പ് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വയ്ക്കാം. ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയി നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് വയ്ക്കാം. ജസ്റ്റ് ഒരു 14 ആക്കി വയ്ക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതുപോലുള്ള ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.